ജോർജ് അത് പറഞ്ഞതും ജെറിയുടെ മുഖം തെളിഞ്ഞു. അവൻ മിണ്ടാതെ നിൽക്കുന്ന അവളെ നോക്കി. മോളെ ജാൻവി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അത് വല്യപ്പച്ച, ഞാൻ വന്നത് എൻ്റെ നിവർത്തികേട് കൊണ്ടാണെന്ന് വല്യപ്പച്ചൻ അറിയാലോ. ഇച്ചൻ്റെ മനസ്സിൽ ഞാനില്ല വല്യപ്പച്ച. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്നോടുള്ള ദേഷ്യവും വാശിയുമാണ്. പിന്നെ എങ്ങനെ ഞാൻ മറുപടി തരും? അതൊന്നും ഇപ്പം ആലോചിച്ച് സമയം കളയേണ്ട വല്യപ്പച്ച. ഞാനിവിടുന്ന് എങ്ങോട്ടേലും പോയിക്കോളാം. അതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ. അവളത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, ജോർജ് ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. ഞാൻ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നാ പറയുന്നേ. നീ എങ്ങോട്ടും പോകുന്നില്ല. എൻ്റെ പുണ്യാളനെയും കെട്ടി അവൻ്റെ പിള്ളേരെ നോക്കി യാനക്കാട്ടിൽ തറവാട്ടിൽ കഴിയണം വർഷങ്ങളോളം. അതിന് നിനക്ക് സമ്മതമാണോന്ന് നിന്റെ നാവ് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സ് വിളിച്ച് പറയുന്നുണ്ട്. അതെനിക്ക് കേൾക്കാനും കഴിയുന്നുണ്ട്. പിന്നെ നിന്റെ നാവതിന് മുതിരാത്തതെന്താണെന്ന് നീ പറയണ്ട. അതിന് വേണ്ടതെന്താണെന്ന് എനിക്കറിയാം. ജെറി, വാടാ. വല്യപ്പച്ച, പോയി വല്ല ചാമ്പയ്ക്കോ മാങ്ങായോ പൊട്ടിച്ച് കഴിക്കോ ചേ. ഭാരിച്ച കാര്യങ്ങളൊന്നും ആ കൊച്ചു തലയിൽ കയറ്റി അതിൻ്റെ റിലേ കളയണ്ട. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ, ആനക്കാട്ടിൽ ജോർജ്. മനസ്സിലായോ? അവൾ അറിയാതെ തലയാട്ടിപ്പോയി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നതും അവൾ എന്തോ ഓർത്ത് അയാളെ പിന്നിൽ നിന്നും വിളിച്ചു. വല്യപ്പച്ച. എന്നതാ മോളെ? വല്യപ്പച്ച, അത് രുദ്രേട്ടൻ വന്ന. അവളുടെ സ്വരം പോലും വിറച്ചുപോയി. വല്യപ്പച്ച, നമുക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാലോ? ജെറി അയാളെ ഒന്ന് നോക്കി. എന്നിട്ട്? എടാ ജെറി മരവാഴേ, നമുക്കിവളിൽ എന്തധികാരമാ ഉള്ളത്? ഇവൾക്ക് അവനെ ഇഷ്ടമല്ല എന്ന കാരണം കൊണ്ട് അവൻ ഇവളുടെ മുറച്ചക്കൻ അല്ലാതാകുന്നില്ല. അവൻ്റെ പാഴ്ത്തന്ത ഇവളുടെ അമ്മാവൻ അല്ലാതാകുന്നില്ല. അവർ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താ ഇവൾക്ക് അവരുടെ കൂടെ പോകേണ്ട വരും. ഓ പിന്നെ, ജാൻ ഇഷ്ടമില്ലാത്ത ലൈഫിലേക്ക് പോകാൻ ആരും നിർബന്ധം പിടിക്കില്ല. മോനെ ജെറി, ഇപ്പോൾ ഇവൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ അല്ല ആവശ്യം, നട്ടലുള്ള ആണൊരുത്തനെയാ. തൽക്കാലം അതിന് ഞാനുണ്ട്. പിന്നെ അതിനുള്ള ബലത്തേക്കാൾ കൂടുതൽ ബലം ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നവനാ. അപ്പോൾ അവൻ എന്തെങ്കിലും ഇടങ്ങേറ് കൊണ്ടുവരും മുന്നേ ഇവരുടെ കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. മനസ്സിലായടാ കോവർ കഴുതേ? ജെറി ഒന്ന് ചിരിച്ചു. അവൾ വിരൽ കടിച്ചാലോചിച്ചു. അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ജെറിയുടെ കൈയും പിടിച്ച് നടന്നു. വല്യപ്പച്ച, ഞാൻ കഴുതയാ, സമ്മതിച്ചു. പക്ഷേ മേജറായൊരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ലൈഫിലേക്ക് ആരും അവളെ തള്ളിവിടില്ല എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എടാ മരക്കഴുതേ, അതെനിക്കും അറിയാം, അവൾക്കും അറിയാം. പക്ഷെ ഈ ഗ്യാപ്പിൽ അവരുടെ കെട്ടങ്ങ് നടത്താമെന്നാണ് എൻ്റെ മനസ്സിൽ. അവൻ മുൻപ് അവളെ കണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ജെറി, ഇന്ന് അവൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. അവളോട് ചെയ്തു പോയ തെറ്റിൻ്റെ പശ്ചാത്താപവും. ഇന്നലെ ബാൽക്കണിയിൽ നിന്നും അവളെ തന്നെ ചിമ്മാതെ നോക്കുന്ന അവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ ഉള്ളിൽ തുടിക്കുന്ന അവളോടുള്ള പ്രണയം അവൻ്റെ മിഴികളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞാനത് തിരിച്ചറിഞ്ഞ നിമിഷം ഉള്ളിൽ ഉറപ്പിച്ചതാ, എത്രയും വേഗം അവരെ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ആ മറ്റവൻ്റെ ഇപ്പോഴത്തെ എൻട്രി അതൊരനുഗ്രഹം തന്നെയാ. പക്ഷേ
അവൻ കുടുംബത്ത് വന്ന് ആള് കളിക്കാൻ വിടരുത്. അതിനൊരു വഴിയുണ്ട്. ജോർജ് അവൻ്റെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ജെറിയുടെ മുഖം വിടർന്നു. വല്യപ്പച്ച, വല്യപ്പച്ചൻ പൊളിയാണ്. ഞാനൊക്കെ വല്യപ്പച്ചൻ്റെ മുന്നിൽ ശിശുക്കളാ, വെറും ശിശുക്കൾ. അയാൾ വാ തുറന്ന് ചിരിച്ചു. വാട മോനെ. അയാൾ അവൻ്റെ തോളിൽ കയറ്റി നടന്നു നീങ്ങി. നേരം സന്ധ്യയോടടുത്തതും കാർമേഘം ഇരുണ്ടുകൂടി. വല്യപ്പച്ച, മഴ വരുന്നെന്ന് തോന്നുന്നു. കുറച്ച് തുണികൾ മേലെ അയയിൽ കിടപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാട്ടോ. അവൾ സ്റ്റെപ്പുകൾ ഓടിക്കയറി. വീശിയടിച്ച കാറ്റിൽ അവളുടെ മുടിയിഴ പാറിപ്പറന്നു. ടാങ്ക് ടോപ്പും മുട്ടിന് കീഴെ നിൽക്കുന്ന സ്കർട്ടുമായിരുന്നു അവളുടെ വേഷം. അവൾ ശ്രദ്ധിക്കാതെ ഓടി വന്നതും റൂമിൽ നിന്നും ഇറങ്ങി ഇഷാന്റെ ദേഹത്ത് ശക്തിയിൽ തട്ടി പിന്നിലേക്ക് വീഴാൻ പോയി. ഇഷാൻ ഞൊടിയിടയിൽ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു, തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരം ചേർന്നതും അവനും അവളും ഒന്ന് വിറച്ചു. അവളുടെ ഉയർന്ന മിഴികൾ അവൻ്റെ മിഴികളുമായി കൊരുത്തു. അവൻ്റെ മിഴികൾ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ മിഴികൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവനിൽ തറഞ്ഞു നിന്നു. അവൻ്റെ കൈകൾ ഇടുപ്പിലേക്ക് മുറുകി. വീശിയടിച്ച കാറ്റിനൊപ്പം ഏതാനും ചില വെള്ളത്തുള്ളികൾ കൂടി അവരിലേക്ക് പതിച്ചു. ജാൻവി ഞെട്ടി അവനെ നോക്കി. പരസ്പരം ലയിച്ചു നിന്ന നിമിഷങ്ങൾ, ഹൃദയങ്ങൾ തമ്മിൽ പ്രണയം കൈമാറിയതറിയാതെ അവർ പിടഞ്ഞു മാറി. അയ്യോ, എൻ്റെ ഡ്രസ്സ്! അവൾ മഴയിലേക്ക് ഓടിയിറങ്ങി. ജാനു, പതിയെ, തെന്നി വീഴും, അവൻ കരുതലോടെ ഉറക്കെ പറഞ്ഞു. പക്ഷെ അവളത് കേട്ടില്ല. ചന്നം പിന്നം പതിക്കുന്ന മഴ അവളെ നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. അവൾ മഴ നനഞ്ഞുകൊണ്ട് ഡ്രസ്സിൽ കൈവയ്ക്കുന്നത് കണ്ടതും ഇഷാൻ വേഗം മഴയിലേക്കിറങ്ങി. അവൻ ഡ്രസ്സുകൾ ക്ലിപ്പിൽ നിന്നും വേർപെടുത്തുമ്പോൾ, വേണ്ട, ഞാനെടുത്തോളാം, അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. അവൻ അത് കേൾക്കാതെ ഓരോന്നും എടുത്തു. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി കഴുകി വിരിക്കേണ്ട വരുമല്ലോ. ആരോടെന്നില്ലാതെ അവനത് പറയുമ്പോൾ അവൾ തിരിഞ്ഞു. പെട്ടെന്ന് അവളുടെ കാല് സ്ലിപ്പായി. അയ്യോ! അവൾ തെന്നിയതും അവൻ എടുത്ത ഡ്രസ്സ് നിലത്തേക്കിട്ട് അവളെ പിടിക്കാനാഞ്ഞു. അവൻ്റെ കാലുകൂടി തെന്നിയതും രണ്ടും കൂടി നിലത്ത് വീണ ഡ്രസ്സിന് മുകളിലേക്ക് വീണുപോയി. അവളുടെ മുകളിലായി ലാൻഡ് ചെയ്ത് അവനെ നോക്കാൻ കണ്ണു തുറക്കാൻ കഴിയാതെ അവൾ കിടന്നു. അവനാണെങ്കിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ നോക്കി അങ്ങനെ കിടക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് ഇറ്റ് ചിതറുന്ന വെള്ളത്തുള്ളി, അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ, വെള്ളം ഒഴുകിയിറങ്ങി നനഞ്ഞു തുടങ്ങിയ ടോപ്പ്, ശ്വാസം എടുക്കുന്നതനുസരിച്ച് താളത്തിൽ ഉയർന്നു താഴുന്നവ. ഒരു നിമിഷം ഇഷാന്റെ ശ്വാസഗതി വേഗത്തിലായിപ്പോയി. അവൻ അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചു. അവൻ്റെ മുഖം താഴ്ന്നു വന്നു. അവൻ്റെ മുഖത്താൽ മറഞ്ഞ് കണ്ണിൽ വെള്ളം പതിക്കുന്നത് നിന്നതും ജാൻവി കണ്ണുകൾ തുറന്നു. കണ്ടതോ, തൻ്റെ ചുണ്ടിൽ ലക്ഷ്യം വെച്ച് താഴ്ന്നു വരുന്ന ഇഷാന്റെ മുഖം. അവളൊന്ന് വിറച്ചു. അവൻ്റെ ശരീരത്തിൻ്റെ താപം അവളിലേക്ക് ഒഴുകിയിറങ്ങി. അറിയാതെ അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നുപോയി. ആ നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ ഭാവം അതവളെ തളർത്തി. ഇരുവരുടെയും മിഴികൾ കോർത്തു. അവൻ്റെ തലമുടിയിൽ നിന്നും ഊർന്നു വീഴുന്ന വെള്ളം അവളുടെ നെറ്റിയിൽ പതിച്ചു. അവൻ്റെ ചുവന്ന ചുണ്ടുകൾ മെല്ലെ അകന്നു. ജാനു! ഹൃദയം കൊണ്ടുള്ള ആ വിളിയിൽ അറിയാതെ അവൾ മൂളി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും താനുണ്ടെന്നവൻ ഒന്നുകൂടി ബോധ്യമായി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം ഓടി നടന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളെ കണ്ണുകൾ ഉടക്കി. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അവൻ പോലും അറിയാതെ അതിലേക്ക് മുഖം പൂഴ്ത്തുമ്പോൾ അവളുടെ ഉടലൊന്ന് വിറച്ചു, പൊന്തി. മെല്ലെ മെല്ലെ തേൻ നുണയുമ്പോൾ അവളുടെ മൂളലുകൾ അവൻ്റെ സിരകളിൽ ചൂട് പടർത്തി. താഴെയും മേലെയും മാറി മാറി അതിൽ മതിവരാതെ മൊത്തത്തിലങ്ങ് സ്വന്തമാക്കുമ്പോൾ ശരീരങ്ങൾ മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങി. ആ മഴയിൽ നനയുമ്പോഴും തനിക്ക് ചൂടെടുക്കുന്നു എന്നവൾ അമ്പരന്നു പോയി. അവൻ അവൾക്ക് പ്രണയച്ചൂട് പകർന്നു നൽകുകയാണെന്നവൾ അറിഞ്ഞു. അവൻ്റെ തീവ്രമായ ചുംബനം, ആ പ്രണയം അവൾക്ക് പിന്മാറാൻ സാധിച്ചില്ല. അവനിലെ പ്രണയം അവളുടെ മനസ്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ നുണഞ്ഞുകൊണ്ട് അവൻ മുഖമുയർത്തി അവളെ നോക്കി. ജാനു, ഐ നീഡ് എ കിസ്. ഐ നീഡ് യുവർ ലവ് ആൻഡ് ലൈക്ക് ബിഫോർ. എനിക്ക് നീലാതെ പറ്റില്ല ജാനു. മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ലവ് ഫോർ യു. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? യു ഷുഡ് ഫോർഗെറ്റ് എവറിത്തിങ് ഫ്രം ദി പാസ്റ്റ്. ഐ നീഡ് യുവർ ലവ് ജാനു. ഇനിയും നീ എന്നിൽ നിന്നും അകന്ന
എനിക്ക് ഭ്രാന്ത് പിടിക്കും ജാനു. എനിക്ക് എനിക്ക് നിന്നെ വേണം. ഗിവ് മീ എ കിസ് പ്ലീസ് ജാനു. നിന്റെ പ്രണയം അതെനിക്ക് വേണം. അവൻ്റെ കണ്ണുകൾ അവളെ തളർത്തി കളഞ്ഞു. അവളുടെ കണ്ണുകൾ തുളുമ്പി. ഹൃദയം ഇച്ഛ എന്നലറി വിളിച്ചു. 2 കൈകൊണ്ടും അവനെ തന്നിലേക്ക് പിടിച്ച് ചേർത്തമർത്തിയെ പിടിക്കാൻ ഉള്ളം കൊതിച്ചു. അതിലെല്ലാം പുറമെ തന്നോട് ചെയ്ത വഞ്ചന ഉള്ളിൽ നിറഞ്ഞതും അവൾ പിടഞ്ഞുണർന്നു. ഇല്ല, വിശ്വസിക്കരുത്, ഇത് അഭിനയമാണ്. ജാൻവി, നീ ഇനിയും ചതിക്കപ്പെടരുത്. അവളുടെ മനസ്സ് പറഞ്ഞതും ഒരു നിമിഷം അവൾ പിടഞ്ഞുണർന്നു. അവനെ ശക്തിയിൽ തള്ളിയെറിഞ്ഞു. പിടഞ്ഞെണീറ്റു. ജാനു, വേദനയോടെ അവൻ വിളിച്ചു. വേണ്ട, മതി അഭിനയം. ഇനിയും ഞാൻ നിങ്ങളുടെ വഞ്ചനയിൽ വീഴില്ല. അവൾ വിരൽ ചൂണ്ടി അലറി. ജാനു, നിനക്ക് മനസ്സിലാകുന്നില്ലേ ജാനു? എൻ്റെ ഹൃദയം നിനക്കായി കേഴുന്നത് നീ കേൾക്കുന്നില്ലേ? എനിക്കെൻ്റെ പഴയ ജാനുവിനെ വേണം. പ്ലീസ് ജാനു, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നീയില്ലാതെ പറ്റില്ല ജാനു. ഓരോ സെക്കൻഡിലും എൻ്റെ ഹൃദയം തേടുന്നത് നിന്നെയാണ്. നിന്നോട് ചെയ്തു പോയ മഹാപാപം എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്നിൽ നിന്നും അകലുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നോട് പ്രതികാരം ചെയ്യാനാണെങ്കിലും നീ ഇവിടേക്ക് വന്നില്ലേ? അതുള്ളിൽ ഇപ്പോഴും ഞാനുള്ളോണ്ടല്ലേ? എനിക്കറിയാം ജാനു, നിനക്കെന്നെ വെറുക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനോട് ഒന്ന് ക്ഷമിക്കടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ കണ്ണുകൾ ഒഴുകുന്നത് സഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇച്ഛ എന്നും വിളിച്ചരികിലേക്ക് ഓടി അവൻ്റെ മുഖം മാറോട് ചേർക്കാൻ കൊതിച്ചു പോയവൾ. പക്ഷെ അവൾ പിന്നിലേക്ക് ചുവടുകൾ വെച്ച് തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ജാനു, ജാനു, അവൻ അലറി വിളിച്ചതും അവൾ നിറകണ്ണുകളോടെ താഴെ കൂടി. ജാനു. തലമുടിയിൽ വിരൽ കോർത്തുകൊണ്ട് അവൻ കുനിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പെയ്തിറങ്ങി. പൊറുക്കില്ലേ നീ ഈ പാപിയോട്? എന്നിൽ നിന്നും അകന്നു പോകുമോ ജാനു നീ? ഇല്ല, എനിക്കതിന് സഹിക്കില്ല പെണ്ണെ. നിന്നെ എനിക്ക് വേണം. നീ എന്നെ പ്രണയിച്ചാലും 100 ഇരട്ടി എനിക്ക് നിന്നെ പ്രണയിക്കണം. നിന്നെ ഈ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടക്കണം. നീ എന്നിൽ നിന്നും അകലുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. അവൻ കണ്ണീരോടെ മുഖം കുനിച്ചു പിടിച്ചിരുന്നു. അവൻ്റെ തലയെ ചൂട് പിടിപ്പിച്ച ഓർമ്മകളെ തണുപ്പിച്ചുകൊണ്ട് മഴവെള്ളം അവനിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. റൂമിലെത്തിയ ജാൻവി ബാത്റൂമിൽ കയറി. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവളുടെ കാതിൽ ഇഷാന്റെ ശ്വാസം പതിച്ചതുപോലെ അവൾ പിടഞ്ഞു തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ ഇച്ച എന്നെ തനിച്ചാക്കി കളഞ്ഞത്? എനിക്ക് മറ്റാരുമില്ലെന്ന് ഇച്ചൻ അറിയുന്നതല്ലേ? എന്നിട്ടും എന്നോട് അത്രയും വലിയൊരു ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? എൻ്റെ പ്രാണനെ പോലെ ഞാൻ പ്രണയിച്ചതല്ലേ? ആ നെഞ്ചിൽ മാത്രം ഒതുങ്ങാൻ കൊതിച്ചവളല്ലേ? എന്നിട്ടും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തി. വൈകുന്നേരമായതും മഴ തോർന്നു. കുറേ നേരമായിട്ടും ഇഷാനെ കാണാഞ്ഞതും ജെറി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. ശ്യാമു. ഇഷാന്റെ റൂമിൽ അവൻ ഇല്ലെന്ന് കണ്ടതും അവൻ ബാൽക്കണിലേക്ക് നടന്നു. ഷടാ, ഇവനിതെവിടെ പോയി? ശ്യാമു, ഡോ പുണ്യാള. അവൻ തമാശയോടെ വിളിച്ചുകൊണ്ട് അവിടെ ചുറ്റി നടന്നു. അപ്പോഴാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്നു കിടക്കുന്ന അവൻ കണ്ടത്. അവൻ്റെ മുഖം ചുളുങ്ങി. അവൻ വേഗം അവിടേക്ക് നടന്നു. മുട്ടിലേക്ക് തല താങ്ങി നനഞ്ഞു കുതിർന്ന് വിറച്ച് കൂനിയിരിക്കുന്ന ഇഷാൻ ജെറിയുടെ ഉള്ളൊന്ന് പിടച്ചു. ശ്യാമു. ഒറ്റ ഓട്ടത്തിന് അവൻ ഇഷാന്റെ അടുത്തെത്തി. ഡാ. അവൻ മെല്ലെ കണ്ണുകൾ ഉയർത്തി. അവൻ്റെ മുഖം ആകെ ചുവന്ന് വീർത്തിട്ടുണ്ട്. കവളൊക്കെ തുടുത്തിട്ടുണ്ട്. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ കാണിക്കുന്നേ? വല്ല അസുഖവും പിടിക്കും. ജെറി, എന്താടാ? എന്താ പറ്റിയത്? എനിക്കെൻ്റെ ജാനുവിനെ വേണം ജെറി. അവൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയടാ. എനിക്കത് സഹിക്കുന്നില്ല ജെറി. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ജെറിയുടെ മുഖം വേദനയാൽ ചുളുങ്ങി. ശ്യാമു, എന്താടാ കൊച്ചുകുട്ടികളെ പോലെ? അവളിവിടെ നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ? അതല്ല ജെറി, മനസ്സുകൊണ്ട് അവൾ എന്നിൽ നിന്നും വളരെ ദൂരേക്ക് പോയി. ദേ ശ്യാമു, നീ ഇങ്ങനെ തുടങ്ങല്ലേ. ഇതൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടും മുന്നേ ആലോചിക്കണം. ഇപ്പോൾ ഇരുന്ന് മൂങ്ങിയിട്ട് എന്നതാ കാര്യം? അവളായോണ്ടാ നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് തന്നെ. നീ അവൾക്ക് ഇത്തിരി സമയം കൊടുക്ക്, ഒക്കെ ശരിയാകും. ഇല്ലടാ, അവൾ എന്നെ ഇനി വിശ്വസിക്കില്ല, പഴയതുപോലെ സ്നേഹിക്കില്ല. എനിക്കത് സഹിക്കില്ല ജെറി. എനിക്ക് അവളുടെ സ്നേഹം വേണം, പ്രണയം വേണം. അവൾ എൻ്റെയാ, എൻ്റെ പെണ്ണ്. ഞാൻ ചെയ്തതിന് കാല് പിടിച്ച് മാപ്പി വയ്ക്കാൻ ഞാൻ തയ്യാറാ. ജെറി,
എനിക്കെൻ്റെ പഴയ ജാനുവിനെ വേണോടാ. അതിന് ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അവളുടെ അവഗണന എന്നെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുക ജെറി. അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെപ്പോലെ വാശിയിൽ ഓരോന്ന് പറയുമ്പോൾ ജെറിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ശ്യാമു, നിന്റെ പെണ്ണാടാ ജാൻ. ഒരാഴ്ച സമയം നീ എനിക്ക് താ. നിന്റെ ജെറി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. ഇഷാൻ പ്രതീക്ഷയോടെ അവനെ നോക്കി. ജെറി, സത്യമാണോ? എൻ്റെ ജാനുവിനെ പഴയപോലെ എനിക്ക് കിട്ടുമോ? അതെനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. പക്ഷെ അധികം വൈകാതെ നിന്റെ മിന്ന് അവളുടെ കഴുത്തിൽ വീഴും, ഉറപ്പ്. ജെറി, അതേടാ, നിന്റെ മിന്ന് അവളുടെ കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പതിയെ പതിയെ ജാൻ നിന്നെ പഴയതുപോലെ സ്നേഹിച്ചു തുടങ്ങും. നീ കുറിച്ചിട്ടോ, ഇന്നേക്കൊരാഴ്ച ഈ ജെറി അത് നടത്തി കാണിച്ചിരിക്കും. ജെറി അല്ലോ. നോക്കാം. വല്യപ്പച്ചൻ ഒരു വഴി കാണാതിരിക്കില്ല. നീ സമാധാനത്തോടെ എണീറ്റ് വാ. കുളിച്ചൊന്ന് ഡ്രസ്സ് മാറ്. വല്ല പനിയോ മറ്റോ വന്നാ അവൻ്റെ ഒരു ഭ്രാന്ത്. ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഒന്നും ആലോചിക്കില്ല, എന്നിട്ടൊന്ന് മോങ്ങുന്നു. ശാസനയോടെ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചെണീപ്പിച്ചു. താങ്ങായി നീ ഉള്ളപ്പോ ഞാൻ എന്തിനാടാ പേടിക്കുന്നേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. അപ്പൊ ജെറിയുടെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ഇപ്പൊ ഈ അവസ്ഥയിൽ രുദ്രന്റെ കാര്യം ശ്യാമു അറിയണ്ട. എന്തായാലും വല്യപ്പച്ചൻ്റെ അടുത്ത് നീക്കം പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. എന്താടാ യുക്കെ തെണ്ടി നീ ആലോചിച്ചു കൂട്ടുന്നത്? ഞാൻ നിനക്കൊരു കല്യാണം ആലോചിക്കുവാടാ? അല്ല പിന്നെ. അങ്ങനെയുള്ള നല്ല കാര്യം വല്ലോ ആലോചിക്കേ. നീ എൻ്റെ മുത്തല്ലേ? ഓ ആണേ. ദേ, നനഞ്ഞിട്ട് ശരീരം വിറയ്ക്കുന്നുണ്ട്. പെയ്ത മഴ മുഴുവൻ നനഞ്ഞു അല്ലേടാ? അറിയില്ല. ഞാൻ ഓരോന്നും ആലോചിച്ചങ്ങിരുന്നു പോയി. വേഗം ചെല്ല്, കുളിച്ച ഡ്രസ്സ് മാറി വാ. ഞാൻ പോയി ഒരു കോഫി കൊണ്ടുവരാം. ജെറി റൂമിൽ നിന്നും പോയതും ഇഷാൻ ബാത്റൂമിലേക്ക് കയറി. പാതിരാത്രിയായതും എന്തോ വീഴുന്ന ഒച്ചയിട്ട് ജാൻവി ഞെട്ടി ഉണർന്നു. ഈശോയെ, ഇതെന്താ ഇപ്പോ? തേങ്ങയോ മറ്റോ ആണോ? അവൾ എണീറ്റ് മൊബൈൽ ടോർച്ച് തെളിച്ചു. ലൈറ്റിട്ട ആരെങ്കിലും ഉണർന്നാലോ? അത് വേണ്ട. തനിയെ പറഞ്ഞുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മെയിൻ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. ഇത് ഞാൻ പൂട്ടിയതാണല്ലോ, പിന്നെ ആരാ തുറന്നത്? അവൾ ആലോചിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആരെയും കാണാത്തത് അവളെ അമ്പരപ്പിച്ചു. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടതും അവൾ ഞെട്ടി. ആരാ? വിറയലോടെ അവൾ ചോദിച്ചു. മറുപടി വരാത്തത് അവളെ കൂടുതൽ ഭയപ്പെടുത്തി. വല്യപ്പച്ച, ജെറി. ആരുടെ അനക്കമില്ല. അവൾ വിയർത്തു തുടങ്ങി. വേഗം കയറിപ്പോ, മനസ്സ് പറഞ്ഞു. അവൾ വേഗം അകത്തേക്ക് കയറി. പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ പിടിച്ചു. അവൾ വിറച്ചുപോയി. ആ കൈ അവളെ പിന്നിലേക്ക് വലിച്ചു. അവൾ മുറ്റത്തേക്ക് തെറിച്ചു വീണു. അവൾ ഭയത്തോടെ നോക്കി. രുദ്രൻ. അവളുടെ നെഞ്ച് മിടിക്കാൻ പോലും മറന്നുപോയി. പ്രേതത്തെ കണ്ടതുപോലെ അവളുടെ മുഖം ഭയത്താൽ വലിഞ്ഞു മുറുകി. അവൻ ക്രൂരമായി ചിരിച്ചു. താടി ഒഴിഞ്ഞുകൊണ്ട് അവളുടെ നേരെ നടന്നെടുത്തു. അവൻ്റെ നോട്ടം അവളെ ഭയപ്പെടുത്തി. അവൾ പിന്നിലേക്ക് നിരങ്ങി. ഉച്ചത്തിൽ നിലവിളിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൻ ചുവടുകൾ വയ്ക്കുന്നതനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കാലിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചെടുത്തു. അയ്യോ! വേദന കൊണ്ട് അവൾ നിലവിളിച്ചു. അയ്യടാ, എൻ്റെ മോൾക്ക് വേദനിച്ചോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. ഇതിലും വലിയ വേദന തന്നിട്ടല്ലേടി നീ അവിടുന്ന് വണ്ടി കയറിയത്? നീ എന്താടിയുമായി കരുതിയത്? എന്നെ പറ്റിച്ചിട്ട് ഇവിടെ സുഖായി പോർക്കാന്നോ? അതിനെ രുദ്രൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? അവൻ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. നീ ഒന്നുകൂടി മിനുങ്ങിയല്ലോടി. ഒക്കെ ഒന്ന് മുഴുത്തു. അവൻ്റെ വഷളൻ നോട്ടം അവൾ കറപ്പുണ്ടാക്കി. അവൻ അവളുടെ നേർക്ക് കൈനീട്ടി. അവൾ മുഖം ചെരിച്ചു പിടിച്ചു. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഒടങ്ങടി പുല്ലേ. അവളുടെ ചുണ്ട് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ ചുണ്ട് നനച്ചു. ഹോ, എനിക്ക് വയ്യ. ചോര തൊട്ടെടുക്കാലോടി. എൻ്റെ കൺട്രോള് പോകുന്നുണ്ട്. ഇപ്പം തന്നെ അങ്ങ് കാര്യം സാധിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താടി? അവൻ്റെ വായിൽ നിന്നും വമിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം അവളെ ചൊടിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ കൈവീശി ഒരൊറ്റ അടിയായിരുന്നു അവളുടെ കവിളിൽ. അവൾ വേച്ചു വീണുപോയി. അവൻ അവളെ പിടിക്കാനാഞ്ഞതും അവൾ ഉരുണ്ടു മാറി അവൻ്റെ വയറ്റിലൊരു ചവിട്ട് കൊടുത്തു. അവൾ ചാടി എണീറ്റ് കത്തുന്ന മിഴിയോടെ അവനെ നോക്കി. എടി മോളെ, നിന്നെ ഞാൻ... അവൻ അലറിക്കൊണ്ട് ചാടി വന്നതും നെഞ്ചിൽ തന്നെ ശക്തിയിൽ ചവിട്ടേറ്റ് പിന്നിലേക്ക് മലർന്നു വീണു. അവൻ തൻ്റെ നേരെ വരുന്നത് കണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ച ജാൻവി അവൻ്റെ നിലവിളി കേട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. നിലത്ത് മലർന്നു കിടക്കുന്ന രുദ്രനെ കണ്ടതും അവൾ ഞെട്ടി.
തൻ്റെ സൈഡിലേക്ക് നോക്കി. വല്യപ്പച്ചൻ. അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞതും അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. മുണ്ടും മടക്കി കുത്തി കാലിലടിച്ചുകൊണ്ട് അയാൾ നിലത്തേക്ക് നോക്കി. അയ്യടാ, ഈ വയസ്സിൻ്റെ ഒരു ചവിട്ടിനുള്ളതേ ഉള്ളലോടാ നീ. ഇവള് പറയുന്ന കേട്ടപ്പോൾ ഞാൻ കരുതി നീ വലിയ സംഭവമാണെന്ന്. അയാളുടെ പുച്ഛം നിറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യം കൊണ്ടവൻ്റെ ചെന്നി പിടഞ്ഞു. അവൻ തികഞ്ഞ അഭ്യാസിയെപ്പോലെ കടകം മറഞ്ഞെണീറ്റ് നിന്നു. ഒരബദ്ധം ആർക്കും പറ്റില്ലേ കാർന്നോരെ? അവൻ ചിരിച്ചു. ജാൻവിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. വല്യപ്പച്ച, വേണ്ട, ഇയാൾ അപകടകാരിയാ. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പോറ്റമ്മയെ കൊന്ന് ചെകുത്താനാണ് ഇയാൾ. രുദ്രൻ ഉച്ചത്തിൽ ചിരിച്ചു. അവൾ പേടിയോടെ വല്യപ്പച്ചനെ നോക്കി. അയാൾ കണ്ണുകൾ അടച്ചു ചിരിച്ചു. ചിരി നിർത്തി അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്നു, കവിളുകൾ വിറച്ചു. അവൻ്റെ ഭാവമാറ്റം ജോർജ് കണ്ണെടുക്കാതെ നോക്കി. അവൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ മറഞ്ഞിരിപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവൻ കൈ പിന്നിലേക്ക് നീക്കിക്കൊണ്ട് മുന്നിലേക്ക് നീങ്ങി. എടാ കൊച്ചനെ, നിനക്ക് വേണ്ടത് ഇവളെയാണല്ലേ? രുദ്രൻ ഒന്ന് നിന്നു. കൂടെ കൊണ്ടുപോയി താലി കെട്ടി കൂടെ പോറിപ്പിക്കാനൊന്നും അല്ലോ നിന്റെ ഉദ്ദേശം, ആണോ? അവനൊന്നും മിണ്ടിയില്ല. എനിക്കറിയാടാ നീ വന്നതെന്തിനാണെന്ന്. തൽക്കാലം അത് നടക്കില്ല. എനിക്ക് നിന്റെ മർമ്മം നോക്കി 2 എണ്ണം പൊട്ടിച്ച് നീണ്ട് നിവർത്തി കിടത്താൻ അറിയാത്തോണ്ടല്ല ഞാൻ ഈ വർത്താനം പറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് വേണ്ടത് നിന്നെയല്ല, അതുകൊണ്ടാ. അയാൾ പറഞ്ഞതും അവൻ്റെ മുഖം ചുളിഞ്ഞു. നീ ചെല്ല്, പോയി ഇവളെ ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ. ഞാൻ പറഞ്ഞെന്ന് തന്നെ പറഞ്ഞോ? എന്താ? അവൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. എടോ മൂപ്പീനെ, ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനിടെ കയറി ഉണ്ടാക്കാൻ വന്ന തൻ്റെ കാലനാകാനും മടിക്കില്ല ഞാൻ. അയാളൊന്ന് ചിരിച്ചു. ശരി, എന്നാ നീ വാട കൊച്ചനെ. ഈ വയസ്സിനെ തോൽപ്പിച്ച് നീ ഇവളെ കൊണ്ടുപോയിക്കോ. അയാൾ പറഞ്ഞതും രുദ്രൻ പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ മുന്നോട്ട് കുതിച്ചു. ആഞ്ഞ അതേ സ്പീഡിൽ അവൻ പിന്നിലേക്ക് തെറിച്ചു വീണു. ജാൻവി അമ്പരപ്പോടെ അയാളെ നോക്കി നിന്നുപോയി. എങ്ങനെ ഉണ്ടടാ കൊച്ചനെ വയസ്സൻ്റെ പെർഫോമൻസ്? നിന്റെ തന്തയെ പോലെ പാഴാണ് ഞാനും എന്ന് കരുതിയോ നീ? അയാളുടെ മുഖം വിറച്ചു. അവൻ ചാടി എണീറ്റ് നിന്നു. അയാളെ കത്തുന്ന ദേഷ്യത്തിൽ നോക്കി. ഇടുപ്പിൽ നിന്നും വലിയൊരു കത്തിയെടുത്ത് മുന്നിലേക്ക് വീശി. വല്യപ്പച്ച, ഭയത്തോടെ ജാൻവി വിളിച്ചുപോയി. എൻ്റെ കൊച്ചേ, ഇതൊക്കെ എന്ത്? ഞാൻ വരമ്പത്തോടുമ്പോൾ ഞരമ്പിൽ പോലും ഓടാത്ത ഇവനാണോ എൻ്റെ കാലൻ? കൊള്ളാം. എടാ, ജീവനില്ലാത്ത ആയുധമല്ലേ നിന്റെ കയ്യിൽ? എന്നാ പിന്നെ എൻ്റെ ജീവനുള്ള ആയുധം ഒന്ന് കണ്ടാലോ? അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ രുദ്രനും ജാൻവിയും ഒരുപോലെ അയാളെ നോക്കി. അയാൾ വായിലേക്ക് വിരൽ കയറ്റി നീട്ടിയൊരു വിസിലങ്ങ് പാസാക്കി. ഗർജിച്ചുകൊണ്ട് ചാടി വരുന്ന വേട്ടപ്പട്ടിയെ കണ്ട് ജാൻവി ഭയന്നുപോയി. രുദ്രൻ പകച്ചു നിന്നു. അത് ചാടി വന്ന് ജോർജിൻ്റെ അടുത്ത് നിന്നതും ബോധം മറയുന്ന പോലെ തോന്നി ജാൻവിക്ക്. രുദ്രൻ അതിൻ്റെ കണ്ണിലേക്കും വായിലേക്കും ഒന്ന് നോക്കി. എന്നതാടാ ഉവ്വേ, നിന്റെ കിളി പോയോ? ഇവനെ എൻ്റെ വലം കയ്യാ. ഗ്രേഡൻ ഇനത്തിൽപ്പെട്ടവനാ. എൻ്റെ ട്രെയിനിങ് കൂടി ആയപ്പോൾ ആളുഷാറായി. ഞാനൊന്ന് മൂളിയാ കടിച്ച് കീറും നിന്നെ. മാതാ! അയാളുടെ ഗർജനം. അത് അയാളുടെ മുഖത്തേക്ക് നോക്കി. ദേ, അവൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചുവടവൻ മുന്നിലേക്ക് വച്ചാ അവൻ്റെ കിടുക്കാമണി നീ കടിച്ചെടുത്തോ. രുദ്രൻ ഉമിനീർ വിഴുങ്ങിപ്പോയി. കൊച്ചേ, നീ പേടിക്കണ്ട. ഞാൻ മണ്ണോട് ചേർന്നാലും ഇവൻ കാവലായി, നിനക്ക് കാവലായി ഇവനുണ്ടാകും. മാതാ, ചെല്ല്. അനുസരണയോടെ അത് ജാൻവിയുടെ അരികിലേക്ക് നീങ്ങി. ജാൻവിയുടെ ഉടൽ വിറച്ചുപോയി. അവൾ ഭയത്തോടെ അയാളെ നോക്കി. നിനക്ക് എന്നെ പേടിയുണ്ടോ? അവളില്ലെന്ന് തലയനക്കി. എന്നാ അവനെയും പേടിക്കണ്ട. അത് വന്ന് ജാൻവിയുടെ മുന്നിലായി നിലയുറപ്പിച്ചു. അവൾ വിശ്വസിക്കാൻ കഴിയാതെ അയാളെ തിരിഞ്ഞു നോക്കി. മാതാ,
വെളുക്കുന്നവരെ അവൻ മുന്നോട്ടും പോകരുത്, പിന്നോട്ടും പോകരുത്. അത് മുഖം ചെരിച്ച് അയാളെ ഒന്ന് നോക്കി. പിന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി. ശൗര്യത്തോടെ രുദ്രനെ നോക്കി നിന്നു. കൊച്ചേ, നീ കയറി പോരെ, അവനിനി അവിടെ നിന്നോളും, നമുക്ക് കാവലായി. അയാൾ അകത്തേക്ക് പോയതും ജാൻവി മാത്തനെ ഒന്ന് നോക്കി, പിന്നെ രുദ്രനെയും. അവൻ്റെ കണ്ണ് ജ്വലിക്കുന്നത് കണ്ടതും അവളുടെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു. അവൾ ഉള്ളിലേക്ക് കയറിയതും രുദ്രൻ മാത്തനെ ഒന്ന് നോക്കി. ഹോ, നാശം, ഇങ്ങനെ ഒരു മുതലിവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കത്തിക്ക് പകരം തോക്കെടുത്താൽ മതിയായിരുന്നു. ഛേ! അവൻ മെല്ലെ കുനിയാൻ തുടങ്ങിയതും മാത്തൻ ഉച്ചത്തിലൊന്ന് കുരച്ചു. അവൻ്റെ ശബ്ദത്തിൽ ആ തറവാട് പോലും കുലുങ്ങി. രുദ്രൻ വിറച്ചുപോയി. അവൻ എന്ത് വേണമെന്ന് നിശ്ചയമില്ലാതെ പകച്ചു നിന്നു. വല്യപ്പച്ച. അകത്തേക്ക് കയറിയ ജാൻവി അയാളെ നോക്കി. എന്താ മോളെ? അത് വല്യപ്പച്ച. പേടിക്കണ്ട കൊച്ചേ, അവൻ അവിടെ നനങ്ങില്ല. ഞാൻ പറഞ്ഞാൽ ഇനി അവന് രക്ഷയുള്ളൂ. ഒന്നിരിക്കാൻ പോലും കഴിയാതെ അവിടെ നിൽക്കട്ടെ, പ്രതിമ കണക്കെ, അയാൾ ചിരിയോടെ പറഞ്ഞു. അവളുടെ മുഖം വിളറിയിരിക്കുന്നത് കണ്ട് അയാൾ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ? ഞാൻ കാരണമല്ലേ വല്യപ്പച്ച ഇതൊക്കെ? അവളുടെ കണ്ണു നിറഞ്ഞു. ഛേ, എന്താ കൊച്ചേ ഇത്? ഇതിലും വലുതൊക്കെ ഈ ജോർജ് ചാടി കടന്നിട്ടുണ്ട്. പിന്നെ മോള് ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. മോളും കിടന്നോ, രാവിലെ കണി കാണാനുള്ളതാ. രുദ്രന്റെ നിസ്സഹായാവസ്ഥ കാണണ്ടേ നിനക്ക്? അവൾ തലയാട്ടി. അയാൾ തിരിഞ്ഞു. പെട്ടെന്നവൾ അയാളുടെ കയ്യിൽ പിടിച്ചു. അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. എനിക്ക് സമ്മതം വല്യപ്പച്ച. അയാളുടെ മുഖം ചുരുങ്ങി. അത് വല്യപ്പച്ചൻ്റെ കൊച്ചുമോനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം. അവളത് പറഞ്ഞതും അയാളുടെ മുഖം വിടർന്നു. ഹായ് ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? നമ്മുടെ സ്റ്റോറി എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം പറയൂ. ലൈക്കും കമൻറ്റും വന്നാലേ നാളെ സ്റ്റോറി ഉള്ളൂ. സത്യം. കാരണം ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് പോലും എടുക്കാതെയാ ഈ ലെങ്തി പാർട്ട് തന്നത്. അപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും ലൈക്കും കമൻറ്റും തരണ്ടേ? നാളെ സ്റ്റോറി വേണമെങ്കിൽ മതി. ഞാൻ പിണങ്ങിയതാ. ഞാനൊന്ന് സന്തോഷിക്കട്ടെന്നേ. പ്ലീസ്, എൻ്റെ കൂട്ടുകാരല്ലേ, ഞാൻ കാത്തിരിക്കുക കേട്ടോ.